കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ കുബൂസ് ബാക്കിയായി കഴിഞ്ഞാൽ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വന്നാൽ മതി, ബ്രൗൺ കളറാവാനൊന്നും നിൽക്കണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയമൊന്നും വഴറ്റാനൊന്നും നിൽക്കണ്ട, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതായത് ഉണക്കമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്ത ഉണക്കമുളകാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളിതിൽ ചേർത്ത ചിക്കനും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റ് സമയമെങ്കിലും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ ബേസിൽ ലീവ്സും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്തില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് പാഴ്സ്ലി ലീവ്സ് ആണ്. അപ്പോൾ പാഴ്സ്ലി ലീവ്സിന് പകരം നിങ്ങൾക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഫ്രഷ് പാഴ്സ്ലി ലീവ്സ് ആണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പാഴ്സ്ലി ലീവ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കുബൂസാണ്. ഇത് തലേദിവസം ബാക്കി വന്ന 2 കുബൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ തായ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്താലും മതി. ഇനി അല്ലെങ്കിൽ പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ തായ് ചില്ലി സോസിന് ചെറിയൊരു മധുരമായിരിക്കും. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, കാരണം ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പും തായ് ചില്ലി സോസും കൂടി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ചീസ് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഫില്ലിംഗ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ ചിക്കൻ ഫില്ലിംഗ് ഇതേപോലത്തെ 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതുണ്ടാവും. ഇതിപ്പോൾ പകുതിയോളം മാത്രമേ ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുള്ളൂ, നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പെരി പെരി സോസാണ്. ഇത് നാൻഡോസ് പെരി പെരി സോസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം മയോണൈസ് ചേർത്താലും മതി, മയോണൈസ് ചേർത്താലും നല്ല ടേസ്റ്റാണ്.
പെരി പെരി സോസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഈ സോസ് അല്ലെങ്കിൽ മയോണൈസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മളിതിൽ ചീസും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങും ഒക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെരി പെരി സോസ് അല്ലെങ്കിൽ മയോണൈസ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് രണ്ടാമത്തെ കുബൂസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നമ്മൾ സാധാരണ പിസ്സ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ആക്കി വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുബൂസ് വെച്ച് കവർ ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് കുബൂസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുബൂസിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് നിരത്തി കൊടുക്കാം. ചീസ് നിറയെ ഇതേപോലെ നിരത്തി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാഴ്സ്ലി ലീവ്സ് മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ വിതറി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ ചീസൊന്ന് മെൽറ്റാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കുബൂസിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് സമയം മാത്രം മതി. അപ്പോഴേക്കും തന്നെ ചീസ് മുഴുവൻ മെൽറ്റായിക്കോളും. ചീസ് മെൽറ്റാകുന്ന സമയം മാത്രമേ നമ്മളിത് വേവിക്കണ്ടൂ. കാരണം ബാക്കിയൊക്കെ ഇതിൽ നമ്മൾ വേവിച്ച സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഒരു 4-5 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് തുറക്കാം. ചീസൊക്കെ മുഴുവനായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് പിസ്സ സാൻഡ്വിച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പിസ്സ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ തന്നെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്